കഴിഞ്ഞ വർഷം 44,000 പേരാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷ നൽകിയത്. അവസരം ലഭിച്ചത് 8,440 പേർക്കും. ഇത്തവണ അപേക്ഷകർ ഇതിലും കൂടാനാണ് സാധ്യത. ഫസ്റ്റ് വീക്കിൽ പ്രഖ്യാപിക്കും, സെക്കൻഡ് വീക്കിൽ ചിലപ്പോൾ അപേക്ഷ സ്വീകരിക്കാനുള്ള ഡേറ്റും പറയും. അങ്ങനെ ആവാനാണ് സാധ്യത. കഴിഞ്ഞ തവണ സൗദി സർക്കാർ എല്ലാ രാജ്യങ്ങൾക്കുമുള്ള ഹജ്ജ് കോട്ട 20% വെട്ടിക്കുറച്ചിരുന്നു. ഹജ്ജ് സെൽ മുഖേനയുള്ള അപേക്ഷാ നടപടികൾ പൂർത്തിയായ ശേഷമായിരുന്നു ഈ നടപടി. അതിനാൽ സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് അനുവദിച്ച കോട്ടയിൽ നിന്നായിരുന്നു അന്ന് 3,400 സീറ്റുകൾ റദ്ദാക്കിയത്. എന്നാൽ ഈ നിബന്ധന സൗദി സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം സർക്കാർ കോട്ടയിലും സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു. ഇപ്രാവശ്യം ഇപ്പോൾ സൗദി ഗവൺമെൻറ് ഈ 20% കട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ തീരുമാനത്തിലെത്താനായിട്ടില്ല. ചിലപ്പോൾ ഗവൺമെൻറ് രാജ്യമാരെയും കൂടി ഈ പ്രാവശ്യം അങ്ങനെ അതിലുൾപ്പെടുത്താനും സാധ്യതയുണ്ട്. 4 തവണ അപേക്ഷ നൽകിയിട്ടും അവസരം ലഭിക്കാത്തവർക്കും 70 വയസ്സ് കഴിഞ്ഞവർക്കും നറുക്കെടുപ്പില്ലാതെ പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജലീൽ പടന്ന, മീഡിയ 1.